ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ നിക്ഷേപകരെ വലിയ തോതിൽ ഭീതിയിലേക്ക് തള്ളിവിടാതെ നിഫ്റ്റി ഇന്ന് റിലയൻസിൻ്റെയും മറ്റുള്ള ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെയും സഹായത്തോട് കൂടിയിട്ട് നിഫ്റ്റി വളരെയധികം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. 140 0.57% റാലി രേഖപ്പെടുത്തി 24,821 നിഫ്റ്റി ക്ലോസ് ചെയ്തു. കൂടാതെ തന്നെ സെൻസെക്സും 0.55% ഉയർന്ന് 81,338 സെൻസെക്സിൻ്റെ നിൽപ്പ്. മെറ്റൽ സ്റ്റോക്കുകളും ഫാർമ സ്റ്റോക്കുകളും റാലിക്ക് ചുക്കാൻ പിടിച്ചു. സെയിം ടൈംസ് ഈ ഒരു IT സെക്ടറിൻ്റെ ആ ഒരു വീക്ക്നെസ് വിസിബിളായിരുന്നു. ഈ AI കാരണം, ഓട്ടോമേഷൻ കാരണം IT സെക്ടറുകളിൽ ആളുകളുടെ ജോലി പോകുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ഫിയർ. ഇൻഫോസിസും HCL ടെക് ഉൾപ്പെടെയുള്ള കമ്പനീസും കൂടാതെ തന്നെ US ബേസ്ഡ് ആയിട്ടുള്ള IT കമ്പനീസും ആളുകളെ പിരിച്ചുവിടുന്നത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്നാണ് IT സെക്ടറിൽ ഒരു വീക്ക്നെസ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഇന്ന് നിഫ്റ്റിയിൽ ജിയോ ഫിനാൻസ് 4.47, L&T 2.14, റിലയൻസ് 2.13, ഏഷ്യൻ പെയിൻറ്റ്, ഐഷർ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ റാലി ഉണ്ടായിരുന്നു. SBI ലൈഫ്, ആക്സിസ് ബാങ്ക്, TCS, HDFC ലൈഫ്, ടൈറ്റൻ തുടങ്ങിയ കമ്പനീസാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 5.2% ക്രാഷ് ചെയ്ത് 11.43. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പൊതുവേ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ സ്പോട്ട് ഇപ്പോൾ അത് 24,821, PCR 0.7 ആയിട്ടുണ്ട്. രാവിലെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ PCR 0.5 ആയിരുന്നു. എങ്കിലും 25,000 മേജർ റെസിസ്റ്റൻസ് സോണുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി മാർക്കറ്റിലുള്ള മറ്റുള്ള അപ്ഡേറ്റ്സിലേക്ക് വരികയാണെങ്കിൽ US നിന്ന് GDP ഡേറ്റ നാളെ വരുന്നുണ്ട്. ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് നാളെ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഓഗസ്റ്റ് 1 ഇന്ത്യക്ക് അന്ത്യശ്വാസനം, അതല്ല ഡെഡ് ലൈൻ US കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കേസ് ഈ ഒരു ഓഗസ്റ്റ് 1 പരിഹരിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ മാർക്കറ്റ് ഉറ്റുനോക്കുന്നത്. കാരണം US-ൻ്റെ ഇതിപ്പോൾ ഇത്ര ഡ്രാഗ് ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട 2 റീസൺ ഉണ്ട്. ഒന്ന്, കാർഷിക മേഖലയിൽ ഡയറി പ്രൊഡക്റ്റുകളെല്ലാം തന്നെ US ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യണമെന്നുള്ളതാണ് US-ൻ്റെ വലിയൊരു ആവശ്യം. അപ്പോൾ അത് ഇന്ത്യയിലെ നിലവിലുള്ള നമ്മളുടെ ക്ഷീര ഉൽപ്പാദന കർഷകരെ വളരെ വലിയ തോതിൽ സാരമായിട്ട് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ആ ഒരു ഏരിയ ഇതുവരെ ധാരണയായിട്ടില്ല. അപ്പോൾ അത് ധാരണയിൽ വരേണ്ടതായിട്ടുണ്ട്. എനിവേ, മിഡ് ക്യാമ്പ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കെമിക്കൽ 7% ഒരു റാലി ഉണ്ടായിരുന്നു. വരുൺ ബിവറേജസ് പോലുള്ള സ്റ്റോക്കുകളും ആംബർ എൻ്റർപ്രൈസസ് പോലുള്ള സ്റ്റോക്കുകളും റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഓഗസ്റ്റ് 1 ഒരു ഡെഡ് ലൈനും നമ്മുടെ IT സെക്ടറിൻ്റെ, നമ്മൾ മാത്രമല്ല ഗ്ലോബലിയുള്ള IT സെക്ടറിൻ്റെ വീക്ക്നെസ്സും എല്ലാം തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിനെ ഡ്രാഗ് ചെയ്യുന്ന ഒരു കാര്യം. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് ഇൻഡിവിജ്വൽ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നല്ല, നമ്മൾ കളക്ട് ചെയ്ത സ്റ്റോക്കുകളുടെ വാർത്തകൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതാണ്. വരുന്ന ഞായറാഴ്ച നമ്മുടെ കൊച്ചി ഓഫീസിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കമ്മോഡിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അന്ന് അവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കമ്മോഡിറ്റിയും ഇൻഡെക്സും ട്രേഡും ഒരുമിച്ച് നമുക്ക് ഒരു ദിവസം തന്നെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും വരുന്ന ഞായറാഴ്ച. കമ്മോഡിറ്റിയിൽ ഗോൾഡ്, ക്രൂഡ് എല്ലാം തന്നെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. കൂടാതെ തന്നെ ഇൻഡെക്സ് ഓപ്ഷനും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഓൺലൈൻ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിന്നുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ ആദ്യം ഏഷ്യൻ പെയിൻ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 6% സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. 1,100 കോടി രൂപ എങ്കിലും സ്ട്രീറ്റ് എസ്റ്റിമേഷനോടൊത്ത് അവരുടെ റിസൾട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. ഹാപ്പിയസ്റ്റ് മൈൻഡ് നെറ്റ് പ്രോഫിറ്റ് 12% വർദ്ധിച്ച് 57 കോടി രൂപ. റവന്യൂ 18% വർധനവ് ഉണ്ടായി. അദാനി പവർ കമ്പനി ഫ്രൈഡേ ആണ് ഇവരുടെ സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റ് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ബോർഡ് മീറ്റിംഗ് കൂടുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 32% വർദ്ധിച്ചു. പിരമിൽ എൻ്റർപ്രൈസസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 52% ഉയർന്ന് 276 കോടി രൂപ കരസ്ഥമാക്കി. വെൽസ്പൻ കോർപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 41% ഉയർന്ന് 350 കോടി രൂപ കരസ്ഥമാക്കി. ഹൈഡൽബർഗ് സിമെൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്നു. റവന്യൂ 12% ഉയർന്നു. വീഗാർഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഒരു കുറവുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കമ്പനി ലൈറ്റിംഗ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. ജുബിലൻ ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 79% ഇടിവ് രേഖപ്പെടുത്തി 103 കോടി രൂപ. റവന്യൂ 10% അപ്സൈഡായി. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി ഇവർ 970 കോടി രൂപയുടെ റവന്യൂ പൊട്ടൻഷ്യലുള്ള പുതിയ പ്രൊജക്റ്റ് ഹൈദരാബാദിൽ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആംബർ എൻ്റർപ്രൈസസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 43% ഉയർന്ന് 104 കോടി രൂപ. തങ്കമയിൽ ജ്വല്ലേഴ്സ് കമ്പനി
അവർ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലോട് കൂടിയിട്ട് 11 സ്റ്റോറുകൾ കമ്പനി ഓപ്പൺ ചെയ്യും. NSE നെറ്റ് പ്രോഫിറ്റ് 10% അപ്പായിട്ടുണ്ട്. 2974 കോടി രൂപ കരസ്ഥമാക്കി. ഇന്റലക്ട് ഡിസൈൻ അറിയുന്ന കമ്പനി സൗത്ത് ആഫ്രിക്കൻ ബാങ്കായിട്ട് ഇവർ പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. L&T നെറ്റ് പ്രോഫിറ്റ് 30% ഇയർ ഓൺ ഇയർ ഉയർന്ന് 3617 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 16% ഉയർന്നു. നീൽക്കമൽ പ്ലാസ്റ്റിക് ചെയർ നിർമ്മാതാക്കൾ 18 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. സീറം സിൽക്ക് 11 കോടി രൂപയിൽ നിന്ന് 4 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ASK ഓട്ടോമോട്ടീവ് കമ്പനി 56 നിന്ന് 66 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മുത്തൂറ്റ് മൈക്രോഫിൻ കമ്പനി ആസാമിൽ ഇവരുടെ പുതിയ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ബിർള കേബിൾ കമ്പനി ഇവർ നെഡിയ എൻ്റർപ്രൈസസ് കമ്പനി US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇവരായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ജാർഖണ്ഡ് പ്രകാശ് കമ്പനി 41 കോടി രൂപയിൽ നിന്ന് 67 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയതായിട്ടാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ എല്ലാവർക്കും നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ഓൾ.